അധ്യായം 16. ജോസഫിന്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി ജെറീക്കോ നീരുറവുകൾക്ക് കിഴക്ക് ജെറീക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബഥേലിലെത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർഖ്യരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്യരുടെ ദേശത്തിലൂടെ താഴത്തെ ബേത്ത്ഹറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിന്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർത്തി മുകളിലത്തെ ബേത്ത്ഹോറോൺ വരെയുള്ള അത്താറോത്ത് ആദാർ ആയിരുന്നു. അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് മിക്മെത്താത്ത, കിഴക്കേ അതിർത്തി തനാത് ഷീലോ വളഞ്ഞ് കിഴക്ക് യനോവായിലെത്തുന്നു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറോത്തിലും നാറായിലുമെത്തി ജെറീക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു. വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു. എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ്. മനാസെ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവെച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു. എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാന്യരെ അവർ തുരത്തിയില്ല. അവർ ഇന്നും എഫ്രായിമിന് അടിമവേല ചെയ്ത് വസിക്കുന്നു. അധ്യായം 17. പിന്നീട് ജോസഫിന്റെ ആദ്യജാതനായ മനാസയുടെ ഗോത്രത്തിന് അവകാശം നൽകി. ഗിലെയാദിന്റെ പിതാവും മനാസയുടെ ആദ്യജാതനുമായ മാക്കീറിന് ഗിലെയാദും ബാഷാനും നൽകി. കാരണം അവൻ യുദ്ധവീരനായിരുന്നു. മനാസയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. ഇവർ അബിയേസർ, ഹേലക്ക്, അസ്രിയേൽ, ഷെക്കെം, ഹേഫർ, ഷെമീദ എന്നിവരായിരുന്നു. ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിന്റെ മകനായ മനാസയുടെ പിൻഗാമികളായിരുന്നു. മനാസയുടെ മകൻ മാഖീറിന്റെ മകനാണ് ഗിലെയാദ്. അവന്റെ മകനായ സെലോഫെഹാദിന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല, പുത്രിമാർ മാത്രം. അവർ മഹ്ല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിന്റെയും നൂനിന്റെ മകനായ ജോഷ്വയുടെയും പ്രമാണികളുടെയും മുമ്പാകെ വന്നു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജോഷ്വ അവരുടെ പിതൃ സഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി. അങ്ങനെ മനാസയ്ക്ക് ജോർദാന് അക്കരെ കിടക്കുന്ന ഗിലെയാദും ബാഷാനും കൂടാതെ 10 ഓഹരി ലഭിച്ചു. കാരണം മനാസയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു. മനാസയുടെ മറ്റു പുത്രന്മാർക്ക് ഗിലെയാദ് അവകാശമായി കൊടുത്തു. ആഷേർ മുതൽ ഷെക്കെമിന് കിഴക്ക് മിക്മെഥാത്ത് വരെ മനാസയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു. അതിൻ്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടുകിടക്കുന്നു. തപ്പുവ ദേശം മനാസയുടെ അവകാശമായിരുന്നു. എന്നാൽ മനാസയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രായിമിന്റെ മക്കളുടെ അവകാശമായിരുന്നു. അതിർത്തി വീണ്ടും തെക്കോട്ട് കാനാത്തോട് വരെ പോകുന്നു. മനാസയുടെ പട്ടണങ്ങളിൽ തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രായിമിനുള്ളതാണ്. മനാസയുടെ അതിർത്തി തോടിന് വടക്കേ അറ്റത്തുകൂടി പോയി കടലിൽ അവസാനിക്കുന്നു. തെക്കുവശത്തുള്ള ദേശം എഫ്രായിമിൻ്റേതും വടക്കുവശത്തുള്ളത് മനാസയുടേതുമാകുന്നു. സമുദ്രമാണ് അതിൻ്റെ അതിർത്തി. അത് വടക്ക് ആഷേറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ടുകിടക്കുന്നു. ഇസാക്കറിലും ആഷേറിലും മനാസയ്ക്ക് ബത്ഷയാൻ, ഇബ്ളയാം, ദോർ, എൻദോർ, താനാഖ്, മെഗിദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു. പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ അവിടെ നിന്ന് നിശേഷം തുരത്തിയില്ല. ജോസഫിന്റെ സന്തതികൾ ജോഷുവയോട് ചോദിച്ചു, കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനമായിരിക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വിഹിതം മാത്രം തന്നത്? ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങളൊരു വലിയ ജനതയാണെങ്കിൽ പെരീസ്യരുടെയും റഫായിമിന്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ. എഫ്രായിമിന്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ. അവർ പറഞ്ഞു, മലമ്പ്രദേശങ്ങൾ മതിയാകയില്ല. എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാന്യർക്കും ബത്ഷയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും യെസ്രേൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പ് രഥങ്ങളുണ്ട്. ജോസഫിന്റെ ഗോത്രങ്ങളായ എഫ്രായിമിനോടും മനാസയോടും ജോഷുവ പറഞ്ഞു,
നിങ്ങൾ വലിയൊരു ജനതയാണ്, ശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരോഹരി മാത്രം പോരാ. മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ. അത് വനമാണെങ്കിലും അതിൻ്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. കാനാന്യർ ശക്തന്മാരും ഇരുമ്പ് രഥങ്ങളുള്ളവരുമാണെങ്കിലും നിങ്ങൾക്കവരെ തുരത്തി ഓടിക്കാം. അധ്യായം 18. ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇനിയും അവകാശം ലഭിക്കാത്ത 7 ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും? ഓരോ ഗോത്രത്തിൽ നിന്ന് 3 പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ. ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം. അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ. അവർ അത് 7 ഭാഗങ്ങളായി തിരിക്കണം. യൂദ തെക്ക് ഭാഗത്തുള്ള തന്റെ ദേശത്ത് താമസം തുടരട്ടെ. ജോസഫിന്റെ കുടുംബം വടക്കു ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും. നിങ്ങൾ ആ പ്രദേശം 7ആയി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ. ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ജോർദാന് കിഴക്ക് ഗാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട്. ഇത് കർത്താവിന്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ്. അവർ യാത്ര പുറപ്പെട്ടു. ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങിവരുവിൻ. ഇവിടെ ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു. അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ 7ആയി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി. അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കു വീണു. യൂദാ ഗോത്രത്തിന്റെയും ജോസഫ് ഗോത്രത്തിന്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറീക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലമ്പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബേത്ത് ആവൻ മരുഭൂമിയിലെത്തുന്നു. അവിടെ നിന്ന് ലൂസിന്റെ ബഥേലിന്റെ തെക്കുഭാഗത്തുകൂടെ കടന്ന് താഴോട്ട് ബേത് ഹോറോണിന്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താറോത്ത് ആധാറിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേത് ഹോറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂദാഗോത്രത്തിന്റെ പട്ടണമായ കിരിയാത് ബാലിൽ കിരിയാത് ഏറാമിൽ വന്നു നിൽക്കും. അവരുടെ പടിഞ്ഞാറേ അതിർത്തിയാണിത്. തെക്കുഭാഗം കിരിയാത് ഏയാറിമിന്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ് വരെ ചെല്ലുന്നു. അനന്തരം അത് താഴോട്ട് റഫായിം താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിന്റെ മകന്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിന്റെ അതിർത്തി വരെയും എത്തുന്നു. വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസിയുടെ ദേശത്തിന്റെ തെക്കുഭാഗത്തുകൂടെ താഴെ എൻറോഗലിൽ എത്തുന്നു. പിന്നീട് അത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷെമെഷിൽ ചെന്ന് അതുമ്മീം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലിലോത്തിലെത്തി താഴേക്കിറങ്ങി റൂബന്റെ മകനായ ബോഹന്റെ ശില വരെ എത്തുന്നു. വീണ്ടും ബത്തരാബായ്ക്ക് വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിലെത്തുന്നു. ബത്ഹോഗ്ലായുടെ വടക്കു ഭാഗത്തുകൂടി ജോർദാന്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു. ഇതാണ് തെക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ജോർദാനാണ്. ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന്റെ അതിർത്തികളാണിവ. കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: ജെറീക്കോ, ബത്ഹോഗ്ല, എമക്കെസീസ്, ബത്ത് അരാബ, സെമറായി, ബഥേൽ, ആറാബി, പാര, ഓഫ്ര, കേഫാറമ്മോനി, ഓഫ്നി, ഗേബ എന്നീ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഗിബയോൻ, റാമ, ബെരോത്ത്, മിസ്പെ, കെഫീര, മോസ, റക്കേം, ഇർപ്പേൽ, തരാല, സേല, ഹായലെഫ്, ജബൂസ്, ജെറുസലേം, ഗിബയ, കിരിയാത് യെയാറിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്.
അധ്യായം 19. രണ്ടാമത്തെ നറുക്ക് ശിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാർ, ബാല, എസേ, എത്ലോലാദ്, ബഥൂൽ, ഹോർമ, സിക്ലാഗ്, ബത് മാർക്കബോത്ത്, ഹാസാർ സൂസ, ബത്ലെബാവോത്ത്, ഷെരുഹൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമ്മോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലാദ് ബേർനഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമയോൻ ഗോത്രത്തിന്റെ അവകാശം യൂദായുടെ ദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിന്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദാബേഷത്ത് വരെ ചെന്ന് യൊക്നെയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താബോറിന്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത് ഹേഫറിലും യത്കാസീനിലും എത്തി റിമ്മോണിലൂടെ നെയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, ഇദാല, ബെത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസ്സാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നാലാമത്തെ നറുക്ക് വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസ്ലോത്ത് ഷുനൈം, ഹഫാരായിം, ഷിയോൻ, അനാഹരത്ത്, റബീത്ത്, കിഷിയോൻ, ഏബസ്, റേമത്ത്, എൻഗന്നീം, എൻഹദ്ദ, ബത്പാസസ് എന്നിവയായിരുന്നു. ഇതിന്റെ അതിർത്തി താബോർ, ഷാഹസുമ, ബത്ഷമിഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബഥേൻ, അക്ഷാഫ്, അല്ലാം മെലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഫോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബദ്ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബത്യമക്കിനും വടക്ക് ഇബ്താഹിൽ താഴ്വരയും സെബുലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ, എബ്രേൻ, റഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട തൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മ, അഫേക്ക്, റഹോബ് ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6ാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനക്കബ്, യബനേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിലെത്തുന്നു. അവിടെ നിന്ന് പശ്ചിമഭാഗത്തുള്ള അസ്നോത്ത് തബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദിം, സേർ, ഹമ്മത്ത, റാക്കത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹാസോർ, കേദഷ്, എദ്റെയി, എൻഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറെം, ബത് അനാഥ്, ബത് ഷമെഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാനിന്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7ാമത്തെ നറുക്ക് വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൽ, ഈർഷമെഷ്, ഷാലാബിൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിംന, എക്രോൺ, എൽതക്കെ, ഗിബ്ബത്തോൻ, ബാലത്ത്, യഹൂദ്, ബനേബറക്, ഗത്രിമോൺ, ജോപ്പായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും
മെയാർക്കോൻ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷമിനെതിരെ യുദ്ധം ചെയ്തു, അത് പിടിച്ചടക്കി. അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി, അവിടെ വാസമുറപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിന്റെ ഓർമ്മ നിലനിർത്താൻ ലേഷമിന് ദാൻ എന്നു പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിന്റെ മകനായ ജോഷ്വയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേരാ പട്ടണം കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷ്വയും ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിന്റെ കവാടത്തിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. അധ്യായം 20. കർത്താവ് ജോഷ്വയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും അബദ്ധവശാൽ ആരെയെങ്കിലും കൊല്ലാൻ ഇടയായാൽ അവന് അഭയം തേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ. കുറ്റക്കാരൻ ഇവയിൽ ഏതെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തന്റെ കാര്യം വിവരിച്ചു പറയണം. അപ്പോൾ അവർ അവന് വസിക്കാൻ പട്ടണത്തിൽ ഒരു സ്ഥലം നൽകണം. അവൻ അവരോടുകൂടെ വസിക്കട്ടെ. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ പിന്തുടർന്നു വന്നാൽ അവർ അഭയാർത്ഥിയെ അവന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. മുൻ ശത്രുതയില്ലാതെ അബദ്ധത്താലാണല്ലോ അവൻ വധം നടത്തിയത്. പ്രധാന പുരോഹിതൻ മരിക്കുന്നതുവരെയും താൻ സമൂഹ സമക്ഷം വിധിക്കപ്പെടുന്നതുവരെയും അവൻ ആ പട്ടണത്തിൽ താമസിക്കട്ടെ. അതിനുശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്കും സ്വന്തം ഭവനത്തിലേക്കും തിരിച്ചു പോകട്ടെ. നഫ്താലിയുടെ മലമ്പ്രദേശത്തുള്ള ഗലീലിയിലെ കേദിഷ്, എഫ്രായിം മലമ്പ്രദേശത്തുള്ള ഷെക്കേം, യൂദായിലെ മലമ്പ്രദേശത്തുള്ള കിരിയാത്തർബ, ഹെബ്രോൺ എന്നീ പട്ടണങ്ങൾ അവർ അഭയനഗരങ്ങളാക്കി. ജെറീക്കോയ്ക്ക് കിഴക്ക് ജോർദാന് മറുകരയിൽ റൂബൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ച സമതലത്തിലെ ബേസറും, ഗാദ് ഗോത്രക്കാർക്ക് ലഭിച്ച ഗിലെയാദിലെ റാമോത്തും, മനാസെ ഗോത്രത്തിന്റെ അവകാശമായ ബാഷാനിലെ ഗോലാനും അവർ തിരഞ്ഞെടുത്തു. അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഓടി രക്ഷപ്പെടുന്നതിനും സമൂഹസമക്ഷം വിചാരണ ചെയ്യുന്നതുവരെ രക്തപ്രതികാരകന്റെ കരങ്ങളാൽ വധിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ ജനത്തിനും അവരുടെ ഇടയിൽ വസിക്കുന്ന പരദേശികൾക്കുമായി നീക്കിവെച്ച പട്ടണങ്ങളാണിവ.